ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സ് ഇനി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരോട് എന്താ പറയാ, ഇത് നല്ലൊരു കോഴ്സാണോ? ഒരുപാട് വാക്കൻസികൾ പറഞ്ഞുണ്ട്, കുറെ ഫേക്ക് പറഞ്ഞുണ്ട് ട്രാവൽസിന്റെ ബേസ് ചെയ്ത്. അങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾ ശരിയല്ല എന്നൊരു രീതിയിലുള്ള സംസാരമാണ്. ഭയങ്കര മിസ്സിങ് മത്തി വറുത്തതാണ്. പട്ടായ പോകണം, പ്രണയമില്ലെന്ന് ആർക്കും നമുക്ക് കള്ളത്തരം പറയാം. പ്രണയമുണ്ട്. എൻ്റെ മുന്നേ റീൽസിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നത് വളരെ വൃത്തിയായിട്ട കമൻസുകൾ ഇട്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെ വിഷമമില്ല, കാരണം ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് നല്ലൊരു കരങ്ങളിലാണ്. എനിക്ക് അമ്മയെക്കുറിച്ചൊന്നും പറയാനില്ല. ഹലോ, ഞാൻ സുജിത്. വെൽക്കം ടു SD ടോക്സ്. SD ടോക്സിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. എപ്പോഴത്തെയും പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. രേഷ്മയാണ് ഇന്ന് നമ്മുടെ അതിഥി. റോസ് ക്യൂൻ എന്നാണ് രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇൻസ്റ്റയിൽ 38,000 ഫോളോവേഴ്സ് ഉള്ള ആളാണ് രേഷ്മ. രേഷ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരും. ഹായ് രേഷ്മ, വെൽക്കം ടു SD ടോക്സ്. ഹായ്. രേഷ്മ നാട്ടിലെവിടെയാ? നാട്ടിൽ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള. രേഷ്മ സ്കൂൾ ലൈഫും കാര്യങ്ങളൊക്കെ? ഞാൻ സ്കൂള് നമ്മുടെ TKMRM VHS വല്ലന എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കോളേജ് മുത്തൂറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴഞ്ചേരി. ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഇവിടെ ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ലാബ് ടെക്നീഷ്യൻ പഠിച്ചതെല്ലാം നാട്ടിൽ തന്നെ? ഞാൻ ലാബ് ടെക്നീഷ്യൻ BSc MLT ആണ് പഠിച്ചത്. ഞാൻ കോഴഞ്ചേരിയിലാണ് പഠിച്ചത്. ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? അത് എൻ്റെ അമ്മയാണ് ചൂസ് ചെയ്തത്, ഞാനല്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാബ് ടെക്നീഷ്യനായിട്ട് പഠിക്കുന്നത്. അങ്ങനെ അമ്മയാണ് എന്നെ കോളേജിൽ കൊണ്ടുവിട്ടത്. എനിക്ക് ഒരു നേഴ്സ് ആകാനായിരുന്നു ഇഷ്ടം, പക്ഷെ അത് സാധിച്ചില്ല. അമ്മ ലാബ് ടെക്നീഷ്യനായി. പക്ഷെ എനിക്കത് നല്ലതായിട്ട് തോന്നി. അമ്മയുടെ ഇഷ്ടമാണ്. സാധാരണ പലരുടെ ജീവിതത്തിലും ഇപ്പൊ അച്ഛൻ അമ്മ അവരൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കോഴ്സ് എടുത്ത് നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോഴേക്കും അത് ഫ്യൂച്ചറിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം നമുക്ക് ആഗ്രഹിച്ച കോഴ്സ് ആയിരിക്കില്ല അത്. ആ ഒരു ഇത് രേഷ്മ അമ്മ പഠിച്ചെന്ന് പറഞ്ഞോട് ചോദിക്കാം, അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ ലൈഫിലുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് നല്ലത് എന്നാണ് തോന്നി. എൻ്റെ അമ്മ എന്നോട് നേഴ്സിംഗ് പഠിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് മോനെ, പേഷ്യൻസിനെ ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ലാബ് ടെക്നീഷ്യൻ ആകുമ്പോൾ മോന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല, ടെസ്റ്റ് ചെയ്താൽ പോരെ. അങ്ങനെ അമ്മ ജോലി കാര്യങ്ങൾ വെച്ച് അമ്മ ഇങ്ങനെ കമ്പയർ ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും പഠിക്കണം, എനിക്ക് എൻ്റെ ഫാമിലി ഒന്ന് നല്ല രീതിയിലാക്കണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഫാമിലിയെ കുറിച്ച് പറയാമോ? ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് സൗദി വർക്ക് ചെയ്യുന്നു. എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. ഞങ്ങൾ ടോട്ടൽ 5 പേരുണ്ട് ഫാമിലിയിൽ. ഗൾഫിൽ കുവൈറ്റിൽ മാത്രമാണോ വർക്ക് ചെയ്തിട്ടുള്ളത്? വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാ ഈ ഒരു കുവൈറ്റിൽ ജോലി കിട്ടിയത്? ഞാൻ എറണാകുളത്ത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഇൻ്റർവ്യൂവിന് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ, എക്സാം പാസ്സാവുന്നവർക്ക്. പിന്നെ ഞങ്ങളൊരു 6 മന്ത് ഞങ്ങൾക്ക് ടൈം എടുത്തു, പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം. 6 മന്തൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഞാനും എൻ്റെ അങ്ങോട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ റീൽസിലൊക്കെ ചെയ്യാറുള്ളവരുണ്ട്. കണ്ടിട്ടുണ്ട്. അതെ, ബിനി, അനു, ടീന, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഈ ഹോസ്പിറ്റലിലോട്ട് വന്നത്. 2 വർഷമല്ലേ? 2 വർഷം ആകുന്നു. രേഷ്മ, ഈ ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സ് ഇനി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരോട് എന്താ പറയാ, ഇത് നല്ലൊരു കോഴ്സാണോ? ഇത് വളരെ നല്ലൊരു കോഴ്സാണ്. നമ്മൾ എപ്പോഴും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റി, അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി, നല്ല കോളേജ്, അത് നോക്കി വേണം നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. ഈ BSc MLT മാത്രമല്ല, നമുക്ക് റേഡിയോളജി ഉണ്ട്, പാരാമെഡിക്കൽ, പല കോഴ്സുകളുണ്ട്, നമ്മുടെ ഫാർമസി, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. നല്ലതാണ്. എവിടെയാണ് പഠിച്ചത് രേഷ്മ? ഞാൻ പഠിച്ചത് കോഴഞ്ചേരി മുത്തൂറ്റ്, MGM മുത്തൂറ്റ്. അവിടെ അത് നല്ല കോളേജാണോ? അവിടെ ഇപ്പം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം. വേറെ കാര്യം, ഈ ഗൾഫിലോട്ട് ഒരുപാട് വാക്കൻസികൾ പറഞ്ഞുണ്ട്, കുറെ ഫേക്ക് പറഞ്ഞുണ്ട് ട്രാവൽസിന്റെ ബേസ് ചെയ്ത്. അങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതേതെങ്കിലും ഒരെണ്ണം പറയാമോ? അങ്ങനെ നമുക്ക് നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു സൈമൺ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ഏജൻസിയിൽ നിന്ന് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്നോട് ഇൻ്റർവ്യൂ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 1 ഇയറോളം വെയിറ്റ് ചെയ്തു. 1 ഇയർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ 50,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഞാൻ 1 ഇയർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അവർ ഒന്നും ഓക്കെ ആയില്ല. എന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റിന് ചെന്നപ്പോഴൊക്കെ അവർ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് തരാൻ ബുദ്ധിമുട്ട് കാണിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ ചെന്നു. ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അച്ഛനാണ് ചെന്നത്, സംസാരിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ക്യാഷ് വാങ്ങിച്ചു. എനിക്ക് ഒത്തിരി സമയം എടുത്തു, 1 ഇയറോളം എടുത്തു. ഈ 2ാമത് അറ്റൻഡ് ചെയ്തതാണ് ഈ ഒരു ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ഏജൻസി ശ്രദ്ധിക്കണം. എനിക്ക് ആ ഏജൻസിയുടെ പേര് പറയുന്നതിൽ ഒരു മടിയില്ല. ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ലൈഫിൽ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഫസ്റ്റ് എൻ്റെ അമ്മയാണ്. കുവൈറ്റ് എങ്ങനെയുണ്ട്?
കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു 3-4 പേര് വന്നതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ലൈഫ് റീലൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്ത് അങ്ങ് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്, നമ്മുടെ ഫാമിലിയെ നമ്മൾ മിസ് ചെയ്യും, നമുക്ക് ചിന്തിക്കാൻ ഒത്തിരി കാണും. പക്ഷേ ഞങ്ങൾ 3-4 പേരുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ അങ്ങ് പോകും. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം എനിക്ക് എൻ്റെ മോനെ എന്തോരം മിസ് ചെയ്യണമെന്നറിയാം. അപ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ മോനെ എങ്ങനെ വിട്ട് നിൽക്കുന്നു? എനിക്ക് അങ്ങനെ വിഷമമില്ല. കാരണം ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് നല്ല ഒരു കരങ്ങളിലാണ്. എന്നെ നോക്കിയതുപോലെ തന്നെ എൻ്റെ അമ്മ അവനെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനില്ല. എൻ്റെ കുഞ്ഞ് എപ്പോഴും സേഫായിരിക്കും, കാരണം എൻ്റെ അമ്മയാണ് അവനെ നോക്കുന്നത്. രേഷ്മ, ഇൻസ്റ്റ മാത്രമല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യണുള്ളൂ, അതോ യൂട്യൂബും? ഇൻസ്റ്റ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഇരിക്കുമ്പോൾ ഇൻസ്റ്റ അങ്ങനെ യൂസ് ചെയ്തതാണ് ഞങ്ങൾ. എനിക്കങ്ങനെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു നാട്ടിൽ. ഞാൻ ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇങ്ങനെ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. എനിക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എനിക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡാണ് എനിക്ക് ഇത്ര ഫ്രീഡം തന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്ന് ഞങ്ങൾ അങ്ങനെ റീൽ എടുത്തെടുത്താണ് എനിക്ക് അത്യാവശ്യം ഇത്രയും ഫോളോവേഴ്സൊക്കെ ആയത്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റയിൽ ഇത്രയും ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം എല്ലാവർക്കും ഇൻസ്റ്റ ഉണ്ട്, പക്ഷെ പലരും ഇത്രത്തോളം എന്താ പറയുക ഇത്രയും ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ ഇപ്പോൾ 25,000 ഫോളോവേഴ്സ് ഉണ്ട് അല്ല 38,000. ഓക്കെ. അപ്പോൾ ഇത്രയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തുവാ? സമയം പോകാൻ വേണ്ടി. നമുക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ 4 പേര്, ഞങ്ങൾ 4 പേര് ഫാമിലിയെ വിട്ട് മാറി നിൽക്കുന്നവരാണ്. അപ്പം നമ്മളങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കും, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. നമുക്കൊരു തമാശ രീതി ഞങ്ങൾ ഓരോന്ന് ചെയ്തു. ഞങ്ങൾ ചുമ്മാ വെളിയിൽ ഇറങ്ങുമ്പോൾ റീലെടുത്തു. ജസ്റ്റ് ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുക്കും, നമ്മൾ നടക്കും, അപ്പോൾ ഒരു റീലെടുക്കും. ഫസ്റ്റ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ ഒരു 5-6 പേര് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ റീലെടുത്തിട്ടു, അത് ഭയങ്കരമായിട്ട് വൈറലായി. അങ്ങനെ എനിക്ക് ഫോളോവേഴ്സ് ഫസ്റ്റ് കൂടിയത്. പിന്നെ നമ്മൾ എപ്പോഴും ചുമ്മാതെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഞങ്ങളിപ്പം ഇവിടെ നൗഷാദിലാണെങ്കിലും ഫുഡ് കഴിക്കാൻ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ റീലെടുക്കും. അങ്ങനെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ റീലെടുത്താൽ. ഈ ഒരു ഇൻസ്റ്റ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ടീം വർക്കായിട്ട് ചെയ്യണ വീഡിയോസാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയല്ലേ? അതെ, ടീം വർക്കാണ്. രേഷ്മ, ഒരുപാട് ഇപ്പോൾ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, എന്തായാലും വരും. അപ്പോൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ? നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരും. ഫസ്റ്റ് ഞാനത് നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, നിനക്കറിയില്ല ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻറ്റ് വരും, പിന്നെ നീ ചെയ്യണ്ട. നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രേഷ്മ, നിനക്ക് ഇഷ്ടമല്ല നീ അതിന് റിപ്ലൈ കൊടുക്കണ്ട. നിനക്ക് അത്രയ്ക്ക് കണ്ടിട്ട് നിനക്ക് സഹിച്ചില്ലെങ്കിൽ നീ അതിന് റിപ്ലൈ കൊടുക്കുക, ബ്ലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നീ അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് വരുന്നു എന്നും പറഞ്ഞ് നീ അത് ഓർത്ത് വിഷമിക്കേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോട് പറയും, എടി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള സംസാരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾ ശരിയല്ല എന്നൊരു രീതിയിലുള്ള സംസാരമാണ്. അത് വിവരമില്ലായ്മയാണ്. അതിനൊന്നും ആൻസർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വിവരമില്ലായ്മയാണത് അവരുടെ. ബിഗ് സ്ക്രീൻ ലക്ഷ്യമുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷെ നടക്കത്തില്ലല്ലോ. അത് നടക്കത്തില്ല എന്നുള്ള തീർത്തും പറയാൻ പറ്റില്ല. താല്പര്യമുണ്ട്. പിന്നെ തീർച്ചയായും ആർക്കും താല്പര്യമില്ലാത്ത. എനിക്ക് പണ്ടൊക്കെ ആഗ്രഹമുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ സീരിയലിനകത്തിലൊക്കെ ഇങ്ങനെ താരങ്ങളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മയെ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കാം. അമ്മ പറഞ്ഞാൽ അച്ഛനോട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മതി, ഇപ്പോൾ കൊടുക്കാമെന്ന് പറയും. അപ്പം ഞാനിപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇന്ന് നമുക്ക് പറ്റത്തില്ല. നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഒരുപാട് എയിമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ്. എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സെറ്റാക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിട്ടു. പിന്നെ ഈ ഒരു ടൈം പാസിന് വേണ്ടിയാണ് ഞാൻ റീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിന്തയില്ല എനിക്കിപ്പോൾ. രേഷ്മ, ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്തുവാ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വെക്കണം, അത്രേ ഉള്ളൂ. ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം എന്തുവാ? ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടോട്ട് വന്നപ്പോൾ ഒരു നല്ല വിഷമം ഉണ്ടായി. കാരണം ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അവരെ വിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ മാറി നിൽക്കുന്നത്. അതെല്ലാ പ്രവാസികൾക്കുള്ള കാര്യമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ എനിക്ക് ലൈഫിൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം? ഞാൻ അമ്മയെന്നുള്ള നിലയിൽ ജനുവരി 28, 2018 എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്. എല്ലാ വീഡിയോയിലും ഒരു ടീമുണ്ട്. 3 ആണോ 4 ആണോ ആള്? ഞങ്ങൾ
ഞങ്ങൾ ടോട്ടൽ 4 പേരാണ്, പിന്നെ എക്സ്ട്രാ ഒരാളൂടെ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്കേ വരാറുള്ളൂ. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്, ടീം സപ്പോർട്ടിനെ കുറിച്ച്? ഞങ്ങൾ ഇവിടെ വന്നുള്ള പരിചയമല്ല, ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു പരിചയമാണ്. അതിൽ അനു, ബിനി, ടീന. പിന്നെ ടീന എന്ന് പറയുന്ന ആ കക്ഷി എൻ്റെ കൂടെ പുഷ്പേരി, ഞാൻ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തതാണ് ലാബ് ടെക്നീഷ്യനായിട്ട് ബ്ലഡ് ബാങ്കിൽ. അന്ന് തൊട്ട് 5 വർഷമായിട്ട് എനിക്ക് ടീനയെ അറിയാം. അനുവിനെ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 വർഷമായിട്ട് അറിയാം. ബിനിയെ അങ്ങനെ എനിക്കറിയാം. ആ ഒരു കൂട്ടുകെട്ട് വളരെ നല്ല കൂട്ടുകെട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പം തന്നെ ചേട്ടൻ കണ്ടില്ല, ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഒറ്റയ്ക്കല്ല അവൾ വിട്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ 2 പേരുണ്ട്. അവരിപ്പോൾ അബു ഖലീഫയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല, നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. അതുകൊണ്ടാണ് അവളുമാർ വരാൻ, അല്ല അവർ വന്നേനെ. പിന്നെ ഒരാളൂടെ ഉണ്ട്, ശ്രേജ. പുള്ളിക്കാരി വല്ലപ്പോഴേ വരും. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലല്ല വർക്ക് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാണോ ജോലി കിട്ടിയത് ഇവിടെ? ഒരു വർഷമൊക്കെ എടുത്തു. പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വരാൻ 1 വർഷം എടുത്തു. രേഷ്മ, എല്ലാവരുടെ ലൈഫിലും പ്രണയമുണ്ട്, പ്രേമം. എന്താണ് രേഷ്മയുടെ പ്രേമത്തിനെ കുറിച്ച് പറയാമോ? എനിക്ക് ഞാൻ പ്രണയമില്ലെന്ന് ആർക്കും നമുക്ക് കള്ളത്തരം പറയാം. പ്രണയമുണ്ട്. എനിക്ക് പ്രണയത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് പ്രണയത്തെക്കുറിച്ച് പറയാനുള്ള, ആരും പ്രേമിക്കരുത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ വീട്ടുകാർ നമുക്ക് സമയമാകുമ്പം നല്ല ഒരാളെ കൊണ്ട് നമുക്ക് എത്തിച്ചു തരും. അപ്പം നമ്മൾ കല്യാണം കഴിക്കുക. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ അവരവരുടെ ഇഷ്ടമല്ലേ, പേഴ്സണൽ കാര്യമാണ്. പ്രേമിക്കാതിരിക്കുക, അതൊക്കെ. നല്ലൊരു തേപ്പ് കിട്ടി എന്ന് തോന്നുന്നില്ല. ഇല്ല, അങ്ങനെ വെച്ചിട്ടല്ല. എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മോളാണ്. എന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ അമ്മ ഇത്രയും പഠിപ്പിച്ചത്. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമ്മളതെല്ലാം ചിന്തിക്കണം. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനൊരൊറ്റ മോളേ ഉള്ളൂ, എന്നിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം ഉണ്ടാവുമോ എന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണണമെന്ന്. പിന്നെ ഓൾറെഡി എൻ്റെ അമ്മയൊക്കെ 2 പെൺപിള്ളേരാണ് ഉള്ളത്. അപ്പം അമ്മയുടെ ചേട്ടത്തിക്ക് ഒരു മോനുണ്ട്. പുള്ളിക്കാരൻ എഞ്ചിനീയറായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ചേച്ചിക്ക് ഓട്ടിസം ബാധിച്ചതാണ്. അപ്പോൾ എന്തായാലും മാരേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നുള്ളത് ഞാനാണ്. അപ്പോൾ എൻ്റെ വലിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മാരേജ് കാണണമെന്ന്. അങ്ങനെ എന്നെ 21ാമത്തെ വയസ്സിലാണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തത്. അതെൻ്റെ വീട്ടുകാരാണ്. എന്നോട് എസ്വർണ്ണോ ഒന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചു. എനിക്ക് അതുകൊണ്ടൊരു ദോഷവും ഉണ്ടായിട്ടില്ല, നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് പ്രണയത്തിനോട് താല്പര്യമില്ല. നമ്മുടെ വീട്ടുകാർ നമുക്ക് നല്ലൊരു ബന്ധം കൊടുത്താൽ അതുപോലെ നമുക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അവർ നമ്മുടെ കൂടെ നിൽക്കും. അതേസമയം നമ്മൾ സ്വയമായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇഷ്ടം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിൽക്കും. എനിക്കതേ പറഞ്ഞു തരാനുള്ളൂ. എപ്പോഴും നമ്മൾ ഇത്ര നാളും അവരല്ലേ വളർത്തിയത്. അപ്പം നമ്മൾ അവരുടെ സന്തോഷത്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ കാണും. പിന്നെ പൊതുവേ ഒരു സംസാരമുണ്ട്, പെൺമക്കളുള്ളവർക്ക് അവന് പെൺകൊച്ചല്ലേ, അവൻ എവിടെയായി തീരും, എന്തായി തീരും, അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അവർക്കും എനിക്കൊരു മാതൃകയാണോ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 2 പെൺമക്കളായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ചേട്ടത്തി അപ്പം തന്നെ പറഞ്ഞു, അവന് പെൺമക്കളല്ലേ, അവരെവിടെ എത്തും. ശരിയാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എങ്ങും എത്താൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അച്ഛനോട് പലരും പറഞ്ഞു, നിനക്കൊരു പെൺകുട്ടിയല്ലേ, നീ എവിടെ എത്തും എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോഴല്ല, അവരുടെ എല്ലാം മുമ്പ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ അമ്മയോടും അച്ഛനോടുമാണ്. ആ പെണ്ണായിട്ട് ഞാനിവിടെ എത്തി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുണ്ട്. രേഷ്മ, നേരത്തെ പറഞ്ഞില്ലേ വീട്ടുകാർ അച്ഛനും അമ്മയും തീരുമാനിച്ച കല്യാണമാണ്, അഭിപ്രായം പോലും ചോദിച്ചില്ല. നേരെ രേഷ്മയുടെ അഭിപ്രായം പോലും ചോദിക്കാതെയാണ് ഈ ഒരു മാരേജിലോട്ട് പോയത്. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി? കാരണം എന്നെ സംബന്ധിച്ചോളം, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാളാം. അപ്പം എനിക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളിനെ പെട്ടെന്ന് ഭാര്യയാക്കുക, നിങ്ങളുടെ ഇതാണെങ്കിൽ ഭർത്താവാക്കുക എന്നുള്ളത്. എങ്ങനെ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു ആ ഒരു സമയം? നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഉള്ളത്, പറയാമല്ലോ. നല്ല ക്വാളിറ്റി. എനിക്ക് ഈ ലോകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഹസ്ബൻഡ്. ഇപ്പം നമ്മളിപ്പോൾ എത്രയും ആൾക്കാരിലെടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ അച്ഛൻ ആ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അന്വേഷിച്ചപ്പം മദ്യപിക്കുമോ, എൻ്റെ അച്ഛൻ അത്യാവശ്യം വെള്ളം അടിക്കുന്ന ആളാണ്. എനിക്കതുകൊണ്ട് മദ്യപിക്കുന്നവരെ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അച്ഛൻ അത് ആദ്യം അന്വേഷിച്ചത്. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നത് അതാണ്, കല്യാണം ആലോചിക്കുമ്പം എനിക്ക് മദ്യപിക്കുന്ന ഒരാളെ വേണ്ട, സിഗരറ്റ് വലിക്കുന്ന ഒരാളെ വേണ്ട. എൻ്റെ അച്ഛൻ അത് മാത്രമേ നോക്കിയുള്ളൂ, പണമോ വേറൊന്നും നോക്കിയില്ല. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. എനിക്കത് മതി. വേറൊന്നും എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു.
അത്രേ ഉള്ളൂ. എൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലി എല്ലാവരും പോയി കണ്ടു, എല്ലാവർക്കും പുള്ളി ഇഷ്ടപ്പെട്ടു, എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. തീരുമാനം തെറ്റിയില്ല? ഒരിക്കലും ഇല്ല. തീരുമാനം വളരെ നന്നായെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇന്ന് ഞാൻ ഈ ഒരു ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ പേർക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഹസ്ബൻഡുമാർ ഇത് അവസരം കൊടുക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കത്ത പോലും ഇല്ല, നീ എന്തിനാ അത് ചെയ്തത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ആ ഫോട്ടോ ഇട്ടത്. എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ എനിക്ക് ഒരു ഫ്രീഡവും തന്നിട്ടില്ല വിവാഹത്തിന് മുമ്പ്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു കാര്യത്തിലും എനിക്കൊരു തടസ്സമോ ഒന്നുമില്ല. ഇവൻ നമ്മുടെ ഡ്രസ്സിങ്ങിൽ പോലും എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കൊണ്ട് സമ്മതിക്കില്ല, ഉള്ളി ചുരിദാർ മാത്രം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലോ നിനക്ക് കംഫേർട്ടാണോ നീ അതിട്ടോ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു തടസ്സവും പുള്ളിയിൽ നിന്ന് ഇന്ന് വരെ ഇല്ല. ഇപ്പം പലരും ഗൾഫ് കൂടുതലും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും യൂറോപ്യൻ കൺട്രി ഫോക്കസ് ചെയ്താണ് ഇപ്പം നമ്മൾ പൊതുവെ മലയാളികൾ നോക്കുന്നത്. രശ്മിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? ഇല്ല, അങ്ങനെ താല്പര്യമില്ല. ഇഷ്ടപ്പെട്ടോ? ഗൾഫ് ഇഷ്ടപ്പെട്ടല്ല, ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ഏൺ ചെയ്തിട്ട് തിരിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നാട്ടിൽ സെറ്റിൽ ആവണം തന്നെയാണ്. നാട്ടിൽ സെറ്റിലാണ്, കുഞ്ഞിൻ്റെ കൂടെ നിൽക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. രേഷ്മ ഇവിടെ കുവൈറ്റിൽ വന്നു ഇപ്പം 2 വർഷമായി. അച്ചീവ്മെന്റ് എന്താണ്? അച്ചീവ്മെന്റോ? കുറച്ച് തടി കിട്ടി. തമാശയായിട്ട് പറഞ്ഞാൽ കുറച്ച് തടി കിട്ടി. അല്ല, സാധാരണ എല്ലാവരും ഇപ്പം നാട്ടിൽ ഉള്ള എല്ലാവരുടെയും തോട്ടം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാശുണ്ടാക്കാം. ആൾക്കാരുണ്ട്. അത് വെറും ചിന്ത മാത്രമാണ്. നമ്മുടെ ഇവിടുത്തെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞാൽ കിട്ടുന്നത് തുച്ഛമായ ഒരു ചിലവിനുള്ളത് മാത്രമേ നാട്ടിൽ കാണത്തുള്ളൂ. വെറുതെ പറയുന്നതാണ്. അതിനോട് ഞാനൊരു കുറച്ച് സേവിങ് വെക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് അതിനോട് വലിയ ഇതൊന്നും പറയാനില്ല. പ്രവാസി ആകാൻ എന്നുവെച്ചാൽ ഞാൻ രശ്മിയുടെ ആ ഒരു ഫീൽഡിലുള്ളവർ ഗൾഫിലോട്ട് പോവാം എന്നുള്ള ഒരു ആൾക്കാരോട് എന്താ പറയുക? നാട്ടിൽ നിൽക്കണം പറയുമോ അതോ ഗൾഫിലോട്ട് വരാൻ പറയും? അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വിചാരിച്ചത്, ഞാൻ ഇവിടെ കുവൈറ്റിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ നാട്ടിൽ 10-30,000 രൂപ സാലറി കിട്ടുന്ന ഒന്നും സേവിങ് ഇല്ല. ഇവിടെ വരുവാണെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടും. 50,000 നമുക്ക് സേവിങ് ആക്കാം, 50,000 നമുക്ക് ചിലവിനെടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ചിലവിൻ്റെ കാര്യം ഓരോരുത്തർ ഇതുപോലെ ഇരിക്കുന്നു. പക്ഷേ എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് നാട്ടിൽ ജോലി ചെയ്ത് നാട്ടിൽ തന്നെ നമ്മൾ പോയി വന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ മനസ്സ് തോന്നുന്നു. ഹസ്ബൻഡ് സൗദിയിൽ, മകൻ നാട്ടില്, രേഷ്മ കുവൈറ്റിൽ. ഈ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഒരു ലൈഫ് ഉണ്ടോ ഈ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ? ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈഫില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇച്ചിരി മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. എനിക്ക് മെയിൻ പ്രശ്നം എനിക്ക് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു പ്രശ്നം. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും കൂടില്ല എന്നുള്ള വിഷമമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരാൾ കൂട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം ഉള്ളതുകൊണ്ട് അങ്ങനെ വിഷമമില്ല. പിന്നെ നമ്മൾ അത് ഓർത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കണ്ടേ. അപ്പം ഞങ്ങൾ രണ്ടും ജോലിക്ക് പോയാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും കാണും. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നേരത്തെ സമ്പാദിച്ച് നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു ഇത് വരത്തില്ല. അപ്പം നമ്മൾ അത് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരരുത്. എന്ന് വെച്ചാൽ അവർക്ക് അന്നത്തെ കാലത്ത് അവർക്ക് അത്രേ പറ്റൂ. പക്ഷെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മ അതുകൊണ്ട് എന്തുണ്ട്, വിദ്യാഭ്യാസം തന്നു. അപ്പം നമുക്ക് അവരെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ സപ്പോർട്ട് എന്താ, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നു. അപ്പോൾ എന്നെ ഇവിടെ വിട്ടു ഞാൻ സമ്പാദിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. ചേട്ടൻ സൗദിയിൽ, രേഷ്മ കുവൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കുവൈറ്റ് ചേട്ടനും എനിക്കും കുഞ്ഞിനെ ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂട്ടായിട്ട് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. ഞാൻ അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അപ്പം കുറച്ച് നാൾ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡ് നാട്ടിൽ സെറ്റിലാണോ എന്നാണ് ആഗ്രഹം. എൻ്റെ അച്ഛൻ്റെ അമ്മയും കുഞ്ഞും ഞാനും ചേട്ടനോട് ഒരുമിച്ച് നാട്ടിൽ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുവൈറ്റിലെ നിയമവും നമ്മുടെ നാട്ടിലെ നിയമവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ തോന്നുന്നത്? നമ്മുടെ നാട്ടിലെ നിയമമാണോ? എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ കുവൈറ്റിലെ നമ്മുടെ ഗൾഫ് കൺട്രീസിലെ നിയമം നല്ലതാണ്. അതിപ്പം ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണേലും മറ്റെന്ത് കാര്യത്തിലാണേലും. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നാട്ടിൽ രാത്രി ഇറങ്ങി നടക്കാം, ഇവിടെ ഇറങ്ങി നടക്കാം. എവിടെയാണ് സേഫായിട്ട് വന്നിട്ടുള്ളത്? പുഷ്പേരി മെഡിക്കൽ കോളേജ് തിരുവല്ലയിലാണ് വർക്ക് ചെയ്തത്, ബ്ലഡ് ബാങ്കിലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, 12 മണിക്കൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നൈറ്റ് എന്ന് പറയുന്നത് 4 തൊട്ട് 12 മണി വരെയും 12 മണി തൊട്ട് പിറ്റേ ദിവസം 8 മണി വരെ ആയിരുന്നു ഷിഫ്റ്റ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ നൈറ്റ് 12 മണിയുടെ ഷിഫ്റ്റ് കിട്ടുമ്പം ഞാൻ രാത്രിയിലായിരുന്നു പോകുന്നത്.
അതായത് നമ്മളൊരു 9 മണി 10 മണി ആകുമ്പോൾ നമുക്ക് ഒട്ടും സേഫ് അല്ല നമുക്ക് പോകാൻ. ഞാനപ്പം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അന്നേരം പോകുന്നത്. നമുക്ക് ഒരു നൈറ്റ് ഒരു രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും പേടിക്കണം. പക്ഷേ ഇവിടെ ഞാൻ ഇറങ്ങി നമുക്ക് ഏത് രാത്രി ഞങ്ങളിവിടെ ഒരു 10 മണി കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ കടയിലും കാര്യങ്ങളിലും ഒക്കെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. രേഷ്മ, ഗൾഫിൽ വരുമ്പോഴേക്കും നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഒരു രീതിയാണ്. എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ അറബി ഫുഡ്? കുറച്ചൊക്കെ. ഇഷ്ടമാണോ? വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് ഇവിടുത്തെ മെയിൻ ഇഷ്ടം നമ്മുടെ ചില്ലി പോയിന്റിൽ ബിരിയാണി കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില്ലി പോയിന്റിലെ ബിരിയാണി ഇന്ത്യൻ ബിരിയാണി അല്ലേ നമ്മുടെ നാട്ടിൽ? നമ്മുടെ നാട്ടിൽ. അത് മാത്രമേ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇവിടുത്തെ അറബി ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നൗഷാദിൽ നമുക്ക് ഊണ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുണ്ട്. അത് പലവട്ടം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഫാമിലി മിസ് ചെയ്യും, അതറിയാം. പക്ഷേ ഫാമിലി അല്ലാതെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എന്താണ് ഇവിടെ നിൽക്കുമ്പോൾ? ഫാമിലി അല്ലാതെ ഏറ്റവും കൂടുതൽ നാട്ടിൽ മിസ് ചെയ്യുന്നത് നമ്മുടെ അമ്പലങ്ങൾ, പള്ളികൾ, അതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. ഞാനിവിടെ നിന്ന് ആദ്യം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഞാൻ അമ്പലത്തിലാണ് പോകുന്നത്. ഞങ്ങളുടെ അടുത്താണ് ഫേമസ് ആറന്മുള അമ്പലം, പിന്നെ പരുമലപ്പള്ളി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പരുമലയാണ്, പരുമലപ്പള്ളി. പിന്നെ പനയന്നാർക്കാവ്, നമ്മുടെ അങ്ങനെ അമ്പലപ്പുഴ, അങ്ങനെ കുറേ അമ്പലമുണ്ട്. ചക്രത്തുകാവ്. ഞാൻ അതൊക്കെയാണ് മിസ് ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ട്രിപ്പ് എവിടെയെങ്കിലും വേറെ? അങ്ങനെ ട്രിപ്പ് പോകുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ഇന്ന് രാവിലെ പോയിട്ട് നമ്മൾ വൈകിട്ട് വീട്ടിൽ വരണം. എനിക്ക് അങ്ങനെ ട്രിപ്പായിട്ടൊന്നും പോകുന്ന താല്പര്യമില്ല. ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണ്. ഒത്തിരി സമയമൊന്നും ട്രാവൽ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്, നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യണതും ഇവിടെ വർക്ക് ചെയ്യണതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ വർക്ക് ഒന്നാണ്. കംഫർട്ട് എങ്ങനെയാണ്? അവിടെ ചെയ്യുന്നതാണോ ഇവിടെ ചെയ്യുന്നതാണോ? എന്താ നമുക്ക് എപ്പോഴും കംഫർട്ട് നമ്മൾ കുവൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, ഒത്തിരി പുരോഗമിക്കാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴും സേഫ് ഗൾഫ് രാജ്യങ്ങളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ പിന്നെയും നാട്ടിലെ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ഗൾഫ് പോലെ നല്ല രീതിക്ക് ചെയ്യുന്നു. ആയി വരുന്നതേ ഉള്ളൂ, ഇല്ലെന്ന് പറയുന്നില്ല. നല്ല ഹോസ്പിറ്റലുകളുണ്ട്. ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും ആകാനായിട്ട് കിടപ്പുണ്ട്. രേഷ്മ, എന്തായാലും ഹോസ്പിറ്റൽ ഫീൽഡുമായിട്ട് ഇവിടെ 2 വർഷം കൊണ്ട് പരിചയമുണ്ട്. ട്രീറ്റ്മെന്റ് എനിക്കറിയാം രേഷ്മയുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആയിരിക്കില്ല. ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കുവൈറ്റ് ആണോ പ്രിഫർ ചെയ്യേണ്ടത് അതോ നാട്ടിലുള്ള? മീൻസ് ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ സുഖമില്ലാതെ ഇത്തിരി ക്രിട്ടിക്കലാണെങ്കിൽ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണോ ഭേദം, നാട്ടിൽ പോയി ചെയ്യണതാണോ ഭേദം? ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് നമ്മുടെ ഫാമിലി എപ്പോഴും കൂടെ ഉള്ളതാണ് നമുക്ക് നല്ലത്. നമ്മൾ നാട്ടിൽ പോയി നമ്മുടെ ഫാമിലിയോട് എടുക്ക ചെന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുടെ കാര്യമല്ല ചോദിക്കണം. ട്രീറ്റ്മെന്റ് ബെറ്റർ എവിടെയാണ്? ഇവിടെയാണോ? തീർച്ചയായിട്ടും ഇവിടെ ആയിരിക്കുമല്ലോ ട്രീറ്റ്മെന്റ് ബെറ്റർ. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഒരു ആവശ്യം വന്നപ്പോഴും അവൾ നാട്ടിൽ പോയാണ് ചെയ്തത്. അവൾക്ക് എപ്പോഴും സപ്പോർട്ട് അവിടെ ഫാമിലി അല്ലേ. അപ്പോൾ അവൾ നാട്ടിൽ പോയി. എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അവൾക്ക് ഒരു സർജറിയുടെ ആവശ്യം വന്നു. അവളിവിടെ ചെയ്തില്ല. അവളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞു, ഇവിടെ ചെയ്തില്ല. അവൾ നാട്ടിൽ പോയി സർജറി ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ നാട്ടിലോ ഫെസിലിറ്റി എല്ലാം നല്ലത് ഇവിടെ ആയിരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടുകാർ ഉള്ളിടത്തോട്ട് പോകുന്നതല്ലേ നല്ലത്. ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ നല്ലതായിരിക്കും, ചീത്തയാണ്. കാരണം അച്ഛനോട് പലരും അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ റിലേറ്റീവ് ആണേലും അച്ഛനോട് പറഞ്ഞത് നിനക്കൊരു പെണ്ണല്ലേ എന്നുള്ളത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് ഈ ഒരു സ്ഥിതിയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ വാശിപ്പുറത്താണ് ഞാൻ ഇന്ന് ഇവിടെ ഈ കുവൈറ്റിൽ വന്നിരിക്കുന്നത്. ട്രാവലിംഗ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രാവിലെ പോയിട്ട് വൈകുന്നേരം പറഞ്ഞു. എങ്കിലും ഇനി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ടോ? എവിടെ? പട്ടായ പോകണം. ഞാൻ ഫ്രണ്ട്സുമായിട്ടില്ല, അത് ഫ്രണ്ട്സ് അല്ല. ഞാനിപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോ അതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് അടിച്ചു പൊളിക്കണം ആഗ്രഹമുണ്ട്. അതൊരാഗ്രഹം കേട്ടോ, അത്രേ ഉള്ളൂ. അച്ഛൻ്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഫസ്റ്റ് എനിക്ക് പറയാനുള്ള എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു, എല്ലാവരുടെയും അമ്മ എല്ലാവർക്കും കഷ്ടപ്പെടും, എന്നാലും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ഈ കുവൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയാണ്. അച്ഛനെക്കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ ആള് ഇച്ചിരി കടുകട്ടിയാണ്. ഇപ്പോഴാൾ കൊച്ചുമോനായ പിന്നാണ് പുള്ളി ഒരു ഇച്ചിരി മയത്തിലൊക്കെ ആയത്. പിന്നെന്താ പറയണ്ടേ,
എനിക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ അമ്മ എൻ്റെ ദൈവമാണ്. എനിക്ക് അമ്മയെക്കുറിച്ചൊന്നും പറയാനില്ല. ഹസ്ബൻഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹസ്ബൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഹീറോയാണ്. എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ അച്ഛനെ അമ്മയെ പോലെ തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നു. റീൽസ് ആണേലും ഞാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ റീൽസ് ചെയ്യാനൊന്നും അധികം എൻ്റെ കൂടെ നിൽക്കത്തൊന്നുമില്ല. ഞാൻ ഇപ്പം ഞാൻ വിളിച്ചാൽ ചെറിയ എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യും പുള്ളി. എൻ്റെ സന്തോഷം ഞാൻ എപ്പോഴും പറയും, എൻ്റെ സന്തോഷം എൻ്റെ ചേട്ടൻ്റെ വരുതെന്ന് ചോദിക്കും, പറയാം ഓക്കെ നമുക്ക് റീൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് റീൽസിലൊക്കെ പുള്ളി എൻ്റെ കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് പരുമലയാണ്. ഹസ്ബൻഡിന് അമ്മ, ഒരു ചേച്ചി, ഒരു ചേട്ടനുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡോ? ഏറ്റവും മിസ് ചെയ്യണ ഫുഡ് ഏതാ? മിസ് ചെയ്യുന്ന ഫുഡ് നാട്ടിലെ സദ്യ, കപ്പ പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, കപ്പ വേവിച്ചത്, മത്തി വറുത്തത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മിസ്സിങ് മത്തി വറുത്തതാണ്. കുറച്ച് നാളുകൊണ്ട് ഇവിടെ കിട്ടാറില്ല നല്ല മത്തി. സോഷ്യൽ മീഡിയ കൊണ്ട് രശ്മിക്ക് ഉണ്ടായിട്ടുള്ള ഗുണവും ദോഷവും എന്താണ്? സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഗുണങ്ങളൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ എനിക്കൊന്ന് കുറച്ചെങ്കിലും ആൾക്കാർക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്. ദോഷം എന്ന് പറയുന്നത് നല്ല ചീത്തപ്പേര് കിട്ടാറുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ അത്ര നല്ലതല്ല എന്നുള്ളൊരു സംസാരം നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ലല്ലോ. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ദോഷം. റീൽസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തിറങ്ങുമ്പോഴേക്കും ഈ റീൽസ് കണ്ടിട്ട് വന്ന് പരിചയപ്പെടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശല്യമൊക്കെ ഉണ്ടാവാറുണ്ടോ? അയ്യോ, ശല്യമായിട്ടൊന്നുമില്ല. ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന ചേച്ചി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ റോസ് ക്യൂൻ എന്ന് പറയുന്നത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റോസ് ക്യൂൻ എന്ന് പറഞ്ഞാണ്. ഞാൻ പറയാം ആണ്, ചേച്ചിയുടെ റീലൊക്കെ കാണാറുണ്ടെന്ന് പറയും. എന്താണ് ഈ റോസ് ക്യൂൻ? എനിക്കിഷ്ടം റോസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂ എന്ന് പറയുമ്പോൾ രാജകുമാരി ചുമ്മാതെ ഞാൻ ഇട്ടതാണ്. എനിക്കിഷ്ടം തോന്നി ഞാൻ രാജകുമാരി സ്വന്തമായിട്ട്, ഞാനല്ലാതെ പിന്നെ എന്നെ ആര് വിളിക്കും? ഞാനപ്പോൾ സ്വന്തമായിട്ട് ഞാനങ്ങ് പേരിട്ടു റോസ് ക്യൂൻ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പേരല്ലേ? നല്ല പേര്, അടിപൊളി. രേഷ്മ, ഇവിടെ സാറ്റർഡേയും ഫ്രൈഡേയും നിങ്ങൾക്ക് ഓഫാണ്. എന്താണ് ഈ 2 ദിവസം പരിപാടി? നമുക്ക് ഫ്രൈഡേ ആണെങ്കിൽ പ്രെയർ ഉണ്ട്. അതായത് നമുക്ക് സാരഥി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, യൂണിറ്റിൻ്റെ ഒരു, അതായത് SNDP ഒരു യൂണിറ്റാണ്. അവിടെ നമുക്ക് എല്ലാ ദിവസവും വെള്ളിയാഴ്ച നമുക്ക് പ്രാർത്ഥനയുണ്ട്. നമ്മൾ മിക്കവാറും പ്രാർത്ഥനയ്ക്ക് പോവും. പിന്നെ അതിൻ്റെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവും. പിന്നെ ഈ ഓരോ അസോസിയേഷനൊക്കെ ഉണ്ട്, കോട്ടയം, അങ്ങനെ അസോസിയേഷൻ്റെ പരിപാടിക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ പോവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊത്ത് അവന്യൂ മാള്, കുവൈറ്റ് സിറ്റി, അങ്ങനെ നിങ്ങൾ കാണാറുണ്ട് എൻ്റെ റീൽസിലൊക്കെ. ഞങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ പോവും. കുവൈറ്റിൽ ഒരുവിധം എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ടായിരുന്നു. കുവൈറ്റിലല്ലേ അങ്ങനെ കാണാൻ ഒത്തിരി സ്ഥലമൊന്നും ഇല്ലല്ലോ. അവന്യൂ മാളിൽ പോയി, കുവൈറ്റ് സിറ്റി പോയി, അത്രയൊക്കെ ഉള്ളൂ. ഞാനധികം അങ്ങനെയൊന്നും പോയിട്ടില്ല. പുറത്ത് പബ്ലിക്കിൽ നിന്ന് വീഡിയോ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് റീൽസ്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക്കിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ചമ്മലൊക്കെ തോന്നാറുണ്ടോ? പബ്ലിക്കിൽ നിന്ന് റീൽസ് എനിക്ക് സപ്പോർട്ടിന് അവൾമാരുള്ളപ്പോൾ എനിക്ക് അങ്ങനെ ചമ്മലൊന്നുമില്ല. നമുക്ക് സപ്പോർട്ടിന് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചമ്മലായിട്ടുള്ളതിൻ്റെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മളെ കളിയാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരാണേലും നമ്മുടെ കൂടെ ഉള്ളവരാണേലും കൂടെ വർക്ക് ചെയ്യുന്നവർ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളെ കളിയാക്കും. അപ്പം അന്നേരം കളിയാക്കുമ്പോൾ നമുക്ക് ഇവർ കളിയാക്കുമ്പം ഞാനത് മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ കളിയാക്കിക്കോട്ടെ, ഞാൻ എൻ്റെ ഇതിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു രീതിയിൽ. അപ്പം പക്ഷേ ചിലപ്പോൾ സമയങ്ങളിൽ ചിലർ നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു വിഷമമാവും. പക്ഷേ ഈ പറയുന്നവരൊക്കെ റീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരോട് നെഗറ്റീവ് പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ റീൽ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും നമ്മൾ ആരോടും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മളൊരു റീലെടുത്ത് പോസ്റ്റ് ചെയ്യുമോ, അല്ല നമ്മൾ നീ എന്താണ് ചെയ്തത്, അങ്ങനെയൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇപ്പം നമുക്കെല്ലാവരും ഡാൻസറൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും ബാനൊന്ന് ഒരുങ്ങി ഇറങ്ങുമ്പം ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി റീൽ എടുക്കുന്നത്. അത് സ്റ്റെപ്പ് പഠിച്ചിട്ടൊന്നും അല്ല നമ്മൾ റീൽ എടുക്കുന്നത്. നമ്മളത് കളിച്ച് പോസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇപ്പം എക്സാമ്പിൾ നമ്മുടെ മിനി ആണേലും അല്ലെ അനു ആണേലും അവളുടെ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ പോലും അവരെന്നോട് പറയും, എടി വേണ്ടടി അത് അപ്ലോഡ് ചെയ്യണ്ട, ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുപോലും അവൾമാർ എന്നോട് പറയില്ല. മതിയടി കുഴപ്പമില്ല നീ ചെയ്തോ എന്ന് പറയും.
അത്രയ്ക്ക് കോൺഫിഡൻസോട് കൂടി അവളുമാർ എനിക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അവരോട് ഓരോരുത്തർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതൊരു വിഷമാവും. നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ അവരോട് പറയുമ്പോൾ നമുക്കൊരു വിഷമമായി. എന്നോട് പിന്നെ ഒന്നും പറയാൻ വരത്തില്ല, കാരണം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നെ കൊള്ളുവോ കൊള്ളാതിരിക്കുക, അത് എൻ്റെ പേഴ്സണൽ കാര്യം, അതിന് മറുപടി ഞാൻ കൊടുക്കും. അവരോട് പറയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. അവർ എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ് അവരെൻ്റെ കൂടെ നിൽക്കുന്നത്. അവരെ ആരും അങ്ങനെ പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ഓക്കെ രേഷ്മ, എപ്പോഴെങ്കിലും ഈ സ്വാഭാവികമായിട്ടും ഈ റീൽസ് ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. ഫാമിലിയിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ഇനി ഇത് വേണ്ട അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ? ഹസ്ബൻഡ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛന് ഇഷ്ടമല്ല സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യുന്നത്, നമ്മളധികം ഇത് ചെയ്യുന്നത്. അച്ഛൻ വഴക്ക് പറയുമ്പോഴാണേലും അമ്മ പറയും, നമ്മൾ അവളെ കല്യാണം കഴിച്ച് വിട്ടതല്ലേ, അവൻ അവിടെ കാര്യം നോക്കിക്കോളും, നിങ്ങളൊന്നും പറയണ്ട എന്ന് പറയും. അച്ഛന് താല്പര്യമില്ല അങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ കൂടുതൽ ഇടുന്നതിനോ. അച്ഛൻ അങ്ങനത്തെ കാര്യം പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. ഇപ്പോൾ അച്ഛൻ മാറി വരുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാറില്ല. പലർക്കും പല ക്രൈസ് ഉണ്ടാവും. രേഷ്മയ്ക്ക് എന്താണ് ക്രൈസ്? ചിലർക്ക് വാച്ചായിരിക്കും ക്രൈസ്, ചിലർക്ക് വണ്ടി ആയിരിക്കും ക്രൈസ്. എന്താണ് രേഷ്മയുടെ ഒരു ക്രൈസ്? എനിക്ക് അങ്ങനെ നോസ്പിൻ, മൂക്കുത്തി, പല ടൈപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വേറെ ഇത് നമ്മുടെ റിങ്. ഒരു റോൾ മോഡൽ ഉണ്ടോ? ആരാ? എൻ്റെ അമ്മ. അമ്മയാണ് റോൾ മോഡൽ? എനിക്ക് വേറെ ആരും പറയാനില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് കേട്ടോ ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തി. എല്ലാ കാര്യങ്ങൾ കൊണ്ടാണേലും എനിക്ക് എൻ്റെ അമ്മ, വേറെ ഒന്നും എനിക്കില്ല പറയാൻ. ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ അമ്മയുടെ ഒറ്റ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ ഒരു പ്രൊഫഷനിൽ വന്നിരിക്കുന്നത്. രേഷ്മ ഒരുപാട് വീഡിയോ ചെയ്തു, അതിലേറ്റവും കൂടുതൽ ഹിറ്റായ വീഡിയോ, പിന്നെ ഏറ്റവും കൂടുതൽ രേഷ്മയ്ക്ക് പെട്ടെന്ന് നിൽക്കുന്ന ഒരു വീഡിയോ അതേതാ? എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ചായ ഒരു വീഡിയോ ഞാൻ എൻ്റെ മോനൂടെ നാട്ടിൽ ചെന്ന് ചെയ്തതാണ്. അത് 1.4 മില്യണോളം അടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ റീൽ ആണത്. പക്ഷേ ഇതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ മോനൂടെ അത് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ്. അതെനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ റീലിന് വേണ്ടി ചെയ്യുന്നതല്ലേ. എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് റീൽസ് എടുക്കാൻ. അപ്പോൾ അവൻ എന്നോട് വന്ന് പറയും, അമ്മ നമുക്ക് റീൽസ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അന്നേരം നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. നമ്മളതൊന്നും ഉദ്ദേശിച്ചോ അല്ല അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചോ ഒന്നുമല്ല ആരും റീൽസ് ഇടുന്നത്. പക്ഷേ ഞാനത് റീൽസ് പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതിന് 17.2K ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, 344 കമൻറ്റ്, 5222 ഷെയറും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോനും ചെയ്തതെന്ന് പോലും ഇല്ലാത്ത രീതിയിലുള്ള കമൻസാണ്. അതിനുള്ള മറുപടി ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. എനിക്ക് സന്തോഷം ഉണ്ടായതുപോലെ തന്നെ അത് ദുഃഖമായി. കാരണം എൻ്റെ മോൻ്റെ റീൽസിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നത് വളരെ വൃത്തിയായിട്ട കമൻസുകൾ ഇട്ടിട്ടുള്ളവരുണ്ട്. പക്ഷേ എനിക്കതിലൊരു ഇതൊന്നും ഇല്ലാതെ വിവരമില്ലായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. രേഷ്മ, പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ പേയ്മെൻ്റ് ഉണ്ട്. അപ്പം രേഷ്മയ്ക്ക് ഇപ്പോൾ 38,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പേയ്മെൻറ്റിൻ്റെ ഒന്ന് പറയാമോ? കാരണം പലർക്കും അറിയണം എന്നുള്ള താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിലെ പേയ്മെൻറ്റ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേയ്മെൻറ്റും കിട്ടുന്നില്ല. പക്ഷേ ഞാൻ പൊതുവേ എല്ലാവരും പറയുന്നത് കേൾക്കാം, എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും പലരും ഇങ്ങനെ പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനമില്ലേ, റീൽ ചെയ്യുന്നതിന് കിട്ടുന്നില്ലേ? എനിക്കൊന്നും കിട്ടുന്നില്ല. ബിനിയല്ല, ബിനി, അനു, ടീന അവരാരും ചോദിക്കുന്നില്ല. കാരണം അവർക്കറിയാം എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ചുമ്മാ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി റീൽ ചെയ്തു. എങ്ങനെയോ 38K ഫോളോവേഴ്സായി. ഞാൻ അത് അത്രയും ആയതോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഇല്ലേ, നീ കൊളാബ് ചെയ്യരുതോ? അങ്ങനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വീഡിയോ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടല്ല ഞാൻ റീൽ ചെയ്യുന്നത്. എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഒരു വരുമാനവും ഇല്ല. അതെല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്. ഞാൻ ചുമ്മാതെ എൻ്റർടൈൻമെൻറ്റിന് മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. രേഷ്മ, ഈ ടാറ്റു അടിച്ചിട്ടുണ്ട് കയ്യിലൊക്കെ. ടാറ്റു അടിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ രേഷ്മ ഇപ്പം കയ്യിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും അങ്ങനെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ ഈ ടാറ്റു അടിക്കുന്നത് എന്തെങ്കിലും ഭയങ്കര താല്പര്യമുള്ള ആളാണോ? ടാറ്റു അടിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കപ്പിൾ ടാറ്റു അടിക്കണമെന്ന്. എൻ്റെ ഹസ്ബൻഡിന് പേടിയായിരുന്നു. അപ്പോൾ പുള്ളി ടാറ്റു അടിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഞാൻ പുള്ളിയുടെ നെയിം ഇങ്ങനെ എൻ്റെ കയ്യിൽ അടിച്ചു കഴിഞ്ഞിട്ട് കുറേ നാൾ ഇതടിച്ചിട്ടൊരു 6 വർഷത്തോളമായി.
അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ ചേട്ടൻ്റെ പേരടിച്ചു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു ദിവസമല്ല ഇപ്രാവശ്യം ലീവിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ടാറ്റു ചെയ്യാൻ പോകാം, നമുക്ക് കപ്പിൾ ടാറ്റു അടിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ പേടിയുണ്ടോ? ഇല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അടൂർ പോയി ഞങ്ങൾ കപ്പിൾ ടാറ്റു അടിച്ചു. അപ്പോൾ കപ്പിൾ ടാറ്റു എന്ന് പറയുമ്പോൾ ഇത് 2 ഫിഷാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ കപ്പിൾസിൻ്റെ പേരാണ് വരേണ്ടത്. പക്ഷേ ഓൾറെഡി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് പേര് ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് ഇവിടെ എൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ നെക്കിൽ നമ്മുടെ ഫിനിക്സ് പക്ഷിയെ ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരത്തിൽ നിന്ന് ഉയർന്നു വരിക, അതിൻ്റെ അർത്ഥമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എന്ന് പറയുമ്പം നമ്മുടെ ഐശ്വര്യമാണെന്നാണ് പറഞ്ഞത്. മീനാണ്. 2 മീനാണ്. കപ്പിളല്ലേ? അപ്പം ഞാൻ അങ്ങനെ അവിടെ അർത്ഥം ചോദിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഓൾറെഡി ഇത് ഞാൻ 6 വർഷമായിട്ട് ചെയ്തിട്ട് ഫെയ്ഡായി പോയായിരുന്നു. ഞാനിത് റീടാറ്റു ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ കൂടെ കൊടുത്തു. ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. പിന്നെ ടാറ്റു അടിക്കുമ്പോൾ ദോഷമുണ്ടെന്ന് പറയുന്നു. ഇപ്പം പറയുന്നു ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൊതുവേ പറയുന്നത് HIV, HBsAg, HCV അങ്ങനെ അസുഖങ്ങൾ പടരുന്നുണ്ടായിരുന്നു പണ്ട്. അത് നല്ലിടത്ത് നല്ല സ്റ്റെറിലൈസ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട്. നല്ല ടാറ്റു സെൻ്ററുകളുണ്ട്, അവിടെ പോയാൽ ചെയ്യാവൂ. അല്ലാതെ ഈ റോഡർമിലൊക്കെ ടാറ്റു ചെയ്യുന്നവരുണ്ട്, അവരുടെ അടുക്കലൊന്നും പോയി ചെയ്യരുത്. ഇപ്പം ഞാൻ ബ്ലഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലഡ് ബാങ്ക് ടാറ്റു കുത്തിയ ആൾക്ക് 6 മാസം കഴിഞ്ഞിട്ടേ ബ്ലഡ് കൊടുക്കാനുള്ള ഓപ്ഷനുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം നമ്മുടെ ബോഡിയിൽ ഇതായി വരുന്നത് ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയം എടുക്കും. ആ ഒരു പീരീഡ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും സമയം കൊടുക്കുന്നത്. അല്ലാതെ ടാറ്റു അടിക്കുന്ന ദോഷം എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ്. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, നമ്മളത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക. എൻ്റെ ഒരു പോളിസി അതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പോളിസി അതാണ്. ഞങ്ങൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആത്മാവ് ഇങ്ങനെ കിടന്ന് കറങ്ങില്ലേ, ഞാനത് ചെയ്തില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്താണോ താല്പര്യം അത് നമ്മുടെ പാർട്ട്ണർ കേട്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഇഷ്ടമുള്ള ഒരു കാര്യം ഇന്നിപ്പോൾ നമുക്ക് പലതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും. ഇഷ്ടമുള്ള ഒരു കാര്യം മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ച് വേണ്ടെന്ന് വെക്കാറുണ്ടോ? ചേട്ടാ അത് ഇപ്പം ശരി, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളായിരുന്നു. അയ്യോ ഞാനത് ചെയ്താൽ അവരെന്നെക്കുറിച്ച് എന്ത് പറയും. അപ്പം ഞാൻ ഇവിടെ ഈ കുവൈറ്റിൽ വരുന്നിടം വരെ എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നീ അത് ചെയ്താൽ അവരെന്ത് പറയും, നീ എന്തിനാണ് അവരെ നോക്കുന്നത്, നിൻ്റെ കാര്യമല്ലേ, അല്ലെ നിൻ്റെ കൂടെ നടക്കുന്നവരെ കാര്യം നീ നോക്കിയാൽ പോരെ, നിന്നെക്കുറിച്ച് അവരെന്തും പറഞ്ഞോട്ടെ, നീ അത് മൈൻഡ് ചെയ്യുന്നത് എന്തിനാ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും, നീ എന്താണെന്ന് എനിക്കറിയാം, നീ എന്തിനാണ് മറ്റുള്ളവരെ, ഞാനിത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളെപ്പോഴും ബാക്കൗട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ ഇപ്പം തന്നെ എക്സാമ്പിൾ റീൽ എടുത്ത് ഞാൻ ആ റീല് നോക്കിയിട്ട് ഞാനിതിട്ട് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചോണ്ടെന്ന് എനിക്ക് ആ റീലിടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ റീൽ ഇടുക, അതിൻ്റെ അടി കമൻറ്റ് ഇടുന്നവർ കമൻറ്റ് ഇട്ടോട്ടെ. അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഇഷ്ടംപോലെ നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുണ്ട്. റീൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഇഷ്ടംപോലെ നെഗറ്റീവ്. ഞാൻ ആ നെഗറ്റീവ് കേട്ട് റീല് നിർത്തിപ്പോയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ 38K ഫോളോവേഴ്സിൽ നിൽക്കുമോ? പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡൗൺ ആയ സമയത്തും എനിക്ക് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫ്രണ്ട്സ്, അവരെല്ലാം എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര സപ്പോർട്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരുടെ അടുക്കെ അവരെൻ്റെ കൂടെ പോസിറ്റീവായിട്ട് നിന്നു. സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് അതിലൊരാൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത് ബിനി എന്ന് പറയും. ബിനി ഐസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ കൂടെ റീലൊക്കെ ചെയ്യാറുണ്ട്. വേറെ 2 പേരുണ്ട്, ഒരു ടീന, ഒരു അനു. അവർ അബു ഖലീഫയിലാണ് താമസിക്കുന്നത്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിനി. എൻ്റെ ക്യാമറാമാനാണ്, എൻ്റെ കൂടെ എല്ലാ റീൽസിലും ഉണ്ട്. ബിനി ഫുൾ ക്യാമറ സപ്പോർട്ടൊക്കെ ചെയ്യണത് ബിനിയാണെന്ന് പറഞ്ഞായിരുന്നു. രേഷ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവള് നന്നായിട്ട് റീലെടുക്കും. ഞങ്ങള് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ഉള്ളത് പോലെയാണ്. ഇവള് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി അത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മള് പുറത്ത് പോകുമ്പോഴൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താ പറയാ, പുള്ളിക്കാരി എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം, നമുക്ക് ഡാൻസ് കളിക്കാം. എനിക്ക് ഡാൻസിനോട് വലുതില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. പിന്നെ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഇവരുടെ കൂടെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ അറിയത്തില്ല എന്ന് പറഞ്ഞ ഒരു പുറകെ മാറി നിൽക്കത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമാണ്. എനിക്കൊരു സന്തോഷമുണ്ട്, അവൾമാരോട് ഞാനത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പറ്റത്തില്ലാലും അവർ നോ പറയത്തില്ല, അവരെൻ്റെ കൂടെ ജോയിൻ ചെയ്യും.
എന്നാ പിന്നെന്താ, രണ്ടുപേരും കൂടെ ഉണ്ട്. അവര് നാളെ വരും. നാളെ അവരെ നാളെ വീക്കിലി കാണാൻ പോകും. അവരിങ്ങോട്ട് വരും. അങ്ങനെ അത് ഞാൻ പറഞ്ഞ ആൻസാറാന്ന് പറയും ഇൻസ്റ്റാഗ്രാമില്, മറ്റേ ഓർമ്മ ടീന റോസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം ID വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി ഫോളോ ചെയ്യുക. അതുപോലെ ഇനിയും SD ടോക്സിൻ്റെ അടുത്തടുത്ത എപ്പിസോഡുകൾ വരും. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.